വിഷു ഒരുക്കണം എന്നുള്ളൊരു പൂതി മനസ്സിലുണ്ടായപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ചത്. എൻ്റെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഇല്ല, കണിക്കൊന്നുമില്ല, ഒരു തേങ്ങയില്ല. അപ്പൊ തന്നെ ഞാൻ ബാഗ് കൊടുത്ത് സിറ്റി സെന്ററിലോട്ട് ഇറങ്ങിട്ടോ. ഇതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. വിഷു ഒക്കെ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു സംഭവമല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം സ്കൂൾ ടൈമിൽ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ടൈമിൽ മിക്ക വർഷങ്ങളിലും എനിക്ക് വിഷുവിൻ്റെ അന്ന് തന്നെ പീരീഡ്സ് ആവും. സോ കണിയില്ല, ഒരു കുന്തമില്ലാത്ത അവസ്ഥയാണ്. സോ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ആദ്യം മേടിക്കാം. ഞാൻ ഈ ഒരു ഗോൾഡിന്റെ ഫോട്ടോ ഫ്രെയിമാണ്. ഞാൻ പയ്യെ ഇതിന്റെ അടുത്തോട്ട് നടന്നു. പിന്നെ ഞാൻ പറഞ്ഞു താങ്കൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. സോ നമുക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ മെയിൻ ഉദ്ദേശം ചേട്ടൻ വിഷുക്കണി ഞാൻ ഒരു ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന കടയിൽ കയറിയിട്ട് എനിക്ക് പ്രിന്റ് എടുത്തു കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഫോട്ടോയാണ്. ഫ്രെയിമിൽ ഇത് ഫിറ്റ് ആവുമെന്ന് നോക്കട്ടെ. എന്നെ പോലെ പേഷ്യൻസ് ഇല്ലാത്ത ഒരു മനുഷ്യത്തി വേറെ ആരും കാണില്ല കേട്ടോ. ഞാൻ ആ വഴിയോരത്ത് തന്നെ കുത്തിയിരുന്നിട്ട് ഇത് ഫ്രെയിം ചെയ്ത് നോക്കി. കാര്യം എനിക്ക് എന്താ പറയണത്, എനിക്ക് അറിയണം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഫൈനലി ഞാനത് ഫ്രെയിം ചെയ്തു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കൃഷ്ണന് കിട്ടി, അടിപൊളിയായിട്ടില്ലേ? ഞാൻ എന്താ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തത്. കുറേ നോക്കിയിട്ടാണ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. സോ നമുക്കിനി പൂപ്പിക്കാൻ പറ്റുമോ നോക്കാം. നിർഭാഗ്യം വെച്ചാൽ എനിക്ക് പൂവ് കിട്ടിയില്ല. കോവന്റി മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം ഞാൻ തപ്പി നടന്നു. അങ്ങനെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഈ പൂവ് അങ്ങ് പറിച്ചെടുത്തു. കാര്യം മഞ്ഞപ്പൂ പോരെ, അതിപ്പോൾ കണിക്കൊന്നും തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഇവിടെ UK ശരിക്കും ഇങ്ങനെ എന്തൊക്കെയോ പൂവ് പിച്ചിക്കഴിഞ്ഞാൽ പെനാൽറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് പിച്ചി പറിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഈ പൂവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനലി ഹോം ഞാൻ ഭയങ്കര വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ശരിക്കും സിറ്റി സെന്ററിലോട്ട് പോയത് ഇതിനൊക്കെ. കാര്യം തിരിച്ചു വരുന്ന ഉടനെ തന്നെ കണിയൊരുക്കി തുടങ്ങാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ജീൻസ് കൂടിയിട്ടിട്ട് കണിയൊരുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. സോ ഞാൻ പോയിട്ട് ഒരു ചുരിദാർ ഇട്ടു, പിന്നെ ഒരു ജിമിക്കിയൊക്കെ അങ്ങ് ഇട്ടു. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ റെഡിയാണ്. കൃഷ്ണനെയാണ് ഞാൻ ആദ്യം വെച്ചത്. അങ്ങനെ ഞാനൊരു ട്രേ അങ്ങോട്ട് വെച്ചു കേട്ടോ. ട്രേ വെച്ചിട്ട് അതിലാണ് ഞാൻ എല്ലാം വെച്ചത്. ട്രേ വെച്ചിട്ട് ഫ്രൂട്ട്സ്, എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ എടുത്ത് വെച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കൈത്തിച്ചക്കയുടെ ടാഗ് ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു കോടി വെക്കാം. അപ്പോൾ എന്താ പറയുക, ഒരു കസവ് കോടിയാണ് വെക്കേണ്ടത്. ഒരു കസവ് കോടി വെച്ചു. പിന്നെ കുറച്ച് ആപ്പിളും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് അങ്ങോട്ട് കുത്തി കയറ്റി. പിന്നെ കുറച്ച് സ്വർണ്ണവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാണയങ്ങൾ വെക്കണം കേട്ടോ. എൻ്റെ ഒരു നാണയപ്പാട്ട ഉണ്ടായിരുന്നു. അതിനകത്ത് ദർഹം ഉണ്ട്, പൗണ്ട് ഉണ്ട്, രൂപയുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് വിളക്ക് വെക്കാം. എൻ്റെ കുഞ്ഞു വിളക്കുള്ളൂ കേട്ടോ. അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് ഈ പേരറിയാത്ത മഞ്ഞപ്പൂവും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഫൈനലി നമ്മുടെ കണി റെഡി ആയിട്ടുണ്ട്.